ഏതായാലും അൽഹംദുലില്ലാ നമ്മുടെ ചർച്ചയ്ക്ക് പുരോഗതിയുണ്ടെന്ന് മനസ്സിലായി. ഇപ്പോൾ ധാരാളം മുസ്ലിയാക്കന്മാർ വ്യാപകമായി ഉദ്ധരിക്കാറുള്ള കഥയാണ്, ഹിക്കായത്താണ് ഉത്ബിയുടെ ഹിക്കായത്ത്. അതിനെ ഉദ്ധരിച്ച പണ്ഡിതന്മാർ പോലും ഹിക്കായത്തായിട്ടാണ് അത് പരിഗണിച്ചിട്ടുള്ളൂ, ഒരു പ്രമാണമായി പരിഗണിച്ചിട്ടില്ല. അപ്പോൾ മുസ്ലിയാർ പറയാണ്, ഇനിയിപ്പം ആ ഹിക്കായത്തിൻ്റെ സനദ് പരിശോധിക്കേണ്ടതില്ല, അതിലിപ്പോൾ കുഴപ്പമുണ്ടെങ്കിലും അതിൻ്റെ ആശയം തിരക്കേടില്ല എന്ന്. എന്ത് വൈരുദ്ധ്യമാണ് നിങ്ങൾ പറയുന്നത്? ഒരു റിവായത്തിൻ്റെ മത്തിനെ സംബന്ധിച്ച് വിധി പറയണമെങ്കിൽ മുസ്ലിയാരെ അതിന് സനദ് സ്ഥിരപ്പെടണം. സനദ് പരിശോധിക്കേണ്ടതില്ല, അതിൻ്റെ മത്തിന് കുഴപ്പമില്ല, അതിൻ്റെ ആശയം ശരിയാണെന്ന് നിങ്ങൾക്ക് വിധി പറയണമെങ്കിൽ സനദ് സഹീഹായിരിക്കണം. അതുകൊണ്ടാണ് സനദ് ചോദിക്കുന്നത്. വലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാ ശാഅ. നമ്മുടെ ശ്രോതാക്കൾ ചിന്തിക്കണം. പല വേദികളിലും ഇവർ പറഞ്ഞിരുന്നത് എന്താണ്? ഉത്ബിയുടെ സംഭവം സഹീഹാണെന്ന്. ഇപ്പൊ അതിനെക്കുറിച്ച് വിശദാംശങ്ങൾ പറഞ്ഞപ്പോൾ സനദ് ദുർബലമാണ്, അത് സഹീഹല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ സനദ് നോക്കേണ്ടതില്ല, അതിൻ്റെ ആശയം കുഴപ്പമില്ല, അതുകൊണ്ടാണ് അത്ര കുറേ പണ്ഡിതന്മാർ ഉദ്ധരിച്ച്. ഏത് പണ്ഡിതന്മാർ? ഉത്തമ തലമുറകൾക്ക് നൂറ്റാണ്ടുകൾക്ക് ശേഷം വന്ന മുത്തഅഖിരീങ്ങളായ പണ്ഡിതന്മാർ ഉദ്ധരിച്ചു. ഇപ്പം മുസ്ലിയാരുടെ ഈ ഒരു വാദം കേട്ടാൽ വിചാരിച്ചു പോകും, ഈ പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ ഇത് അംഗീകരിച്ചിട്ടുണ്ടെന്ന്. ആരംഗീകരിച്ചിട്ടുണ്ട്? പല പണ്ഡിതന്മാരും ഉദ്ധരിച്ചപ്പോൾ റുവിയ എന്നാ പറഞ്ഞത്. എന്താ റുവിയ എന്ന് പറഞ്ഞാൽ? അത് സീഗത്തുൽ മഫ്ഊലാണ്, മബ്നിൽ മജ്ഹൂലാണ്. ഹദീസിന്റെ ശാസ്ത്രപ്രകാരം റുവിയ എന്ന ഒരു പ്രയോഗം ഒരു റിവായത്തിനെ കുറിച്ച് വന്നാൽ അത് ദുർബലമാണെന്ന സൂചനയാണ് അതിലുള്ളത്. അപ്പൊ സനദ് പരിശോധിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മുസ്ലിയാരെ. ഇവിടെ നിങ്ങൾ ഉദ്ധരിച്ച ഈ ഉത്ബിയുടെ ഹിക്കായത്ത് നിങ്ങൾ പറഞ്ഞല്ലോ, ഇബ്നു തൈമിയ്യയുടെ അനുയായികളല്ലാതെ ലോകത്ത് ആരും ഉത്ബിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിന്റെ കഥയെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല എന്ന് ഉത്ബിയെ തന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എത്രയോ പണ്ഡിതന്മാർ, ഇബ്നു തൈമിയ്യക്ക് മുമ്പ് തന്നെ വന്ന പണ്ഡിതന്മാർ ഉത്ബിയെ സംബന്ധിച്ച് ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രമാണ സഹിതം ഇൻഷാ അല്ലാഹ് ആ കാര്യം നാം സമർത്ഥിക്കും. വളരെ പ്രസിദ്ധമായ ചരിത്ര കിതാബാണ് വഫയാത്തുൽ അഅയാൻ വ അംബാഉ അബ്നാഇസ് സമാൻ എന്ന കിതാബ്. അബുൽ അബ്ബാസ് ഇബ്നു ഖല്ലിക്കാനിൻ്റെ ചരിത്ര കിതാബാണ് വഫയാത്തുൽ അഅയാൻ. അതിലെ 4-ാം വാള്യത്തിൽ ഉത്ബിയെ സംബന്ധിച്ച് പറയാണ്. ആരായ ഉത്ബി? അബു അബ്ദുറഹ്മാൻ മുഹമ്മദ് ബിൻ ഉബൈദില്ലാഹി ബിൻ അംർ ബിൻ മുആവിയ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഉത്ബിയാണ്, ഷാഇറാണ്, ബസ്രിയാണ്, അതായത് കവിയാണ്. അദ്ദേഹം അറിയപ്പെട്ട സാഹിത്യകാരനാണ്, നല്ല കവിത പറയും. എന്നിട്ട് അദ്ദേഹം ചില ദർസുകളിലൊക്കെ പങ്കെടുത്തിരുന്നു. പക്ഷെ പിന്നെന്താ സംഭവിച്ചത്? വകാന മുസ്തഹ്തറം ബിശ്ശറാബി. കണ്ടോ, ചുവന്ന മഷൂരിനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വകാന മുസ്തഹ്തറം ബിശ്ശറാബി വയഖൂലു അശ്ശിഅറ ഫീ ഉത്ബ. കണ്ടോ, അതായത് ഷറാബിൽ മുഴുകുടിയനായിരുന്നു ഉത്ബി എന്ന്. മുസ്തഹ്തറം ബിശ്ശറാബ് എന്ന് അറബി ഭാഷയിൽ പറഞ്ഞാൽ മുഴുകുടിയനായിരുന്നു, മദ്യത്തിൽ അടിമപ്പെട്ട മനുഷ്യനായിരുന്നു. വയഖൂലു അശ്ശിഅറ ഫീ ഉത്ബ. ഉത്ബ എന്ന പെൺകുട്ടിയെ സംബന്ധിച്ച് കവിത രചിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ കവിതയിൽപ്പെട്ട ചില വരികൾ ഇബ്നു ഖല്ലിക്കാൻ വഫയാത്തുൽ അഅയാനിൽ ഉദ്ധരിക്കുന്നുണ്ട്. എന്താണ്? അദ്ദേഹം പറയാണ്, ഉത്ബി പറയാണ്, റഅയ്നൽ ഗവാനി ശൈബ ലാഹ ബിആരിദി ഫഅഅറദ്ന അന്നി ബിൽ ഖുദൂദിൻ നവാദിരി. അതായത് സുന്ദരികളായ പെൺകുട്ടികൾ എൻ്റെ മുഖത്തടത്ത് പ്രത്യക്ഷപ്പെട്ട നരച്ച മുടി കണ്ടപ്പോൾ, സുന്ദരികളായ പെൺകുട്ടികൾ എൻ്റെ മുഖത്ത് സംഭവിച്ച ആ നരച്ച മുടി കണ്ടപ്പോൾ ഫഅഅറദ്ന അന്നി ബിൽ ഖുദൂദി അന്നവാദിരി, അതായത് ആ നല്ല സുന്ദരമായ മുഖങ്ങൾ എന്നിൽ നിന്ന് പിന്തിരിഞ്ഞു കളഞ്ഞു, എന്നെ അവഗണിച്ചു കളഞ്ഞു എന്ന് ഉത്ബി പറഞ്ഞ കവിതയിൽപ്പെട്ടതാണ്. അപ്പം അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങൾ എന്തൊക്കെയാണ്? വലഹു മിനത്ത് തസാനീഫി കിതാബുൽ ഖൈൽ, കുതിര എന്ന കിതാബ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതേപോലെ വ കിതാബു അശ്ആറുൽ അആരീബ്, അതേപോലെ തന്നെ കവിതകളൊക്കെ അദ്ദേഹം സമാഹരിച്ചിട്ടുണ്ട്. വ അശ്ആറുൻ നിസാഇ ല്ലാതി ഉഹ്ബിബ്ന സുമ്മ ഉബ്ഗിബ്ന,
അതായത് പ്രേമിക്കപ്പെടുകയും പിന്നീട് വെറുക്കപ്പെടുകയും ചെയ്ത സ്ത്രീകളെ സംബന്ധിച്ചുള്ള കവിതകളും അദ്ദേഹം ക്രോഡീകരിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ മുഴുകുടിയനായ മുസ്തഹ്തറം ബി ഷറാബ് എന്ന് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ച ഉത്ബ പോലെയുള്ള സ്ത്രീകളെ സംബന്ധിച്ച് കവിത പറഞ്ഞ ഈ ഉത്ബിയുടെ സംഭവമാണത്രേ ദീനുൽ ഇസ്ലാമിൽ തെളിവ്. അപ്പോൾ മുസ്ലിയാരെ, ധാരാളം പണ്ഡിതന്മാർ ഉദ്ധരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഈ വിഷയം ഒന്നുകൂടി നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ആരാണ് ഉത്ബി? ഉത്ബിയുടെ ഈ ഒരു ഹിക്കായത്ത്, ഉത്ബി ഒരു അറാബിയെ കണ്ടു എന്നാണല്ലോ. ഉത്ബി ഒരു അറാബിയെ കണ്ടു എന്നാണല്ലോ. അപ്പോൾ ഈ സംഭവം എങ്ങനെയാണ് നമുക്ക് ദീനുൽ ഇസ്ലാമിൽ തെളിവാക്കാൻ പറ്റുക? നിങ്ങൾ ഷാഫിഈ ഉസൂൽ വെച്ചുകൊണ്ട് ഇത് പ്രമാണമാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ കുറേ ചരിത്ര കിതാബുകളിലും അല്ലെങ്കിൽ തഫ്സീറിൻ്റെ കിതാബുകളിലും ശ്രദ്ധിക്കണം, സഹോദരന്മാർ ശ്രദ്ധിക്കണം, നമ്മുടെ ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പഠിക്കുവാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതായത് ചില കിതാബുകളിൽ ചില ഉദ്ധരണികൾ വന്നതുകൊണ്ട് അത് പ്രമാണമാകുകയില്ല എന്ന് ഇമാമിയങ്ങൾ പഠിപ്പിച്ച തത്വമാണ്. പണ്ഡിതന്മാർ ചില കിതാബുകളിൽ, പ്രത്യേകിച്ച് തഫ്സീറിൻ്റെ കിതാബുകൾ, ഉദാഹരണം ചരിത്ര കിതാബുകൾ, ധാരാളം റിവായത്തുകൾ ഉണ്ടാവാം. അപ്പോൾ അവയൊക്കെ ഉദ്ധരിക്കപ്പെട്ട എല്ലാ ഉദ്ധരണികളും പ്രമാണങ്ങളാണോ? ഒരിക്കലുമല്ല. സഹീഹായ പരമ്പരയുണ്ടോ? സഹീഹായ ഹദീസാണോ? സഹീഹായ ആസാറുകളാണോ? അത് നമുക്ക് സ്വീകരിക്കാം, അംഗീകരിക്കാം എന്നല്ലാതെ ഇങ്ങനെയുള്ള പല കിതാബുകളിലും വന്ന പല റിവായത്തുകളും അസ്ലില്ലാത്തതാണെന്ന് നമ്മുടെ പൂർവികരായ ഇമ്മത്തുകൾ പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ പോലെയുള്ള ഇമാമിങ്ങൾക്ക് പറഞ്ഞില്ലേ, 3 വിഷയങ്ങൾക്ക് അസ്ലില്ല, സലാസത്തു കുതുബിൻ ലാ അസ്ല ലഹാ, 3 കുതുബുകൾക്ക് അസ്ലില്ല എന്ന്. അത് പ്രത്യേകം പഠിക്കണം. ഇവിടെ മുസ്താക്കന്മാർ എന്താ വിചാരിച്ചതറിയോ? അതായത് കുറേ കിതാബുകളിൽ ഒരു സംഗതിയാണ് കണ്ടു കഴിഞ്ഞാൽ പ്രമാണമാകുന്ന, അത് ശുദ്ധ അബദ്ധമാണ്. അങ്ങനെയൊരു ഉസൂല് നമ്മുടെ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. പ്രമാണമാകണമെങ്കിൽ വിശുദ്ധ ഖുർആനിക ആയത്തുകൾ പ്രമാണമാണ്, സഹീഹായ ഹദീസുകൾ പ്രമാണമാണ്. ഇപ്പോൾ സഹീഹായ പരമ്പരയോട് കൂടി വന്ന റിപ്പോർട്ടുകൾ, അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വചനമാണെങ്കിൽ അത് പ്രമാണമാണ്. സഹാബിയുടെ ഒറ്റപ്പെട്ട അഭിപ്രായമാണെങ്കിൽ പ്രമാണമല്ല. അതും ഷാഫിഈ ഉസൂലൊക്കെ പഠിപ്പിക്കുന്നുണ്ടത്. എപ്പോഴാണ് സഹാബികളുടെ അഭിപ്രായം പ്രമാണമാകുക? അത് നിരുപാധികം പ്രമാണമാണെന്ന് ആരും പറയുന്നില്ല. അവിടെയൊക്കെ നാം പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ 3 കുതുബുകൾക്ക് അസ്ലില്ല എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞിട്ടുണ്ട്. അവയിൽപ്പെട്ടതാണ് സഹോദരന്മാരെ ചരിത്ര കിതാബുകൾ, അതേപോലെ തഫ്സീറിൻ്റെ കിതാബുകൾ. ഇവിടെ മുസ്ലിയാർ പറഞ്ഞല്ലോ, മഹാനായ ഇബ്നു കസീർ ഉത്ബിയുടെ സംഭവം ഉദ്ധരിച്ചു എന്ന്. ഇബ്നു കസീർ ഉത്ബിയുടെ സംഭവം അത് ഹദീസാണെന്ന് പറഞ്ഞോ, അത് അല്ലെങ്കിൽ സഹീഹാണെന്ന് പറഞ്ഞോ? എന്താ പറഞ്ഞത്? ഹിക്കായത്താണെന്നാണ്. ഒരു അറിയപ്പെട്ട ഒരു ഹിക്കായത്ത്, ഒരു കഥയാണ് എന്ന് അങ്ങനെ പറഞ്ഞത്. ഇനിയിപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കും റസൂലുള്ളാഹിന്റെ ഖബറിലേക്ക് വന്നിട്ട് ശഫാഅത്ത് ചോദിക്കാൻ ഇബ്നു കസീർ പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. അപ്പോ കേവലം ഉദ്ധരിച്ചത് കൊണ്ട്, ശ്രദ്ധിക്കണം, കേവലം പണ്ഡിതന്മാർ ഒരു ഉദ്ധരണി ഉദ്ധരിച്ചത് കൊണ്ട് അത് പ്രമാണമാകുകയില്ല. അത് പ്രമാണമാകണമെങ്കിൽ അതിനെന്ത് വേണം? സനദ് സഹീഹായിരിക്കണം. ഇവിടെ മുസ്ലിയാർ പറയാണ് ഉത്ബിയുടെ സംഭവത്തിന്റെ സനദ് പരിശോധിക്കേണ്ടതില്ല എന്ന്. ഇത് കണ്ടോ സഹോദരന്മാരെ? ഇത് അൽ ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തിയുടെ ഉലൂമുൽ ഖുർആൻ വിഷയത്തിൽ വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് അൽ ഇത്ഖാൻ ഫി ഉലൂമിൽ ഖുർആൻ. ഷാഫിഈ മദ്ഹബിലെ പ്രസിദ്ധ പണ്ഡിതനായ അൽ ഹാഫിദ് സുയൂത്തിയാണ് ഇവിടെ വിശദീകരിക്കുന്നത്. എന്താണ് ഇമാം സുയൂത്തി പറയാണ്, ലാക്കിൻ യജിബുൽ ഹദറു മിനൽ ദഈഫ് മിൻഹു വൽ മൗദൂഅ. കണ്ടോ, ഇവിടെ മുസ്ലിയാർ പറഞ്ഞ എന്താണ്? സനദ് പരിശോധിക്കേണ്ടതില്ല, അതിൻ്റെ ആശയം ശരിയായിരിക്കാമെന്ന്. ശ്രദ്ധിക്കണം, സുയൂത്തി എന്താ പഠിപ്പിക്കുന്നത്? ലാക്കിൻ യജിബുൽ ഹദറു, നിർബന്ധമായും നാം ശ്രദ്ധിക്കണം, മിനൽ ദഈഫ് മിൻഹു വൽ മൗദൂഅ, അതായത് തഫ്സീറിൻ്റെ പല കിതാബുകളിലും വന്ന ദുർബലമായ അല്ലെങ്കിൽ വ്യാജ ഹദീസുകൾ നാം ശ്രദ്ധിച്ചു കൊള്ളണം, സൂക്ഷിച്ചു കൊള്ളണം. ഫഇന്നഹു കസീറുൻ, അവ ധാരാളമായി തഫ്സീറിന്റെ കിതാബുകളിൽ കടക്കുകയാണ്. വലിഹാദാ ഖാല അഹ്മദു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ പറഞ്ഞു, ഇക്കാരണത്താൽ എന്താണ് പറഞ്ഞത്? സലാസത്തു കുതുബില്ല അസ്ല ലഹ, 3 ഗ്രന്ഥങ്ങൾക്ക് അസ്ലില്ല.
ശ്രദ്ധിക്കണം, 3 ഗ്രന്ഥങ്ങൾക്ക് അസ്ലില്ല. അൽ മഗാസി വൽ മലാഹിം വത് തഫ്സീർ, അതായത് യുദ്ധ സംബന്ധമായ കിതാബുകൾ, അതേപോലെ തന്നെ തഫ്സീറിന്റെ കിതാബുകൾ. ഇപ്പോൾ ഉത്ബിയുടെ സംഭവം ഇബ്നു കസീർ ഉദ്ധരിച്ചു എന്ന് പറഞ്ഞു. ഇബ്നു കസീറിന്റെ തഫ്സീറിൽ വന്ന ഇസ്നാദ് സഹീഹാണെന്ന് ഇബ്നു കസീർ പറഞ്ഞോ? അതിന് സഹീഹായ സനദ് ഉദ്ധരിച്ചോ? സനദ് പരിശോധിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സനദ് പരിശോധിക്കണം എന്നാണ് നമ്മുടെ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ തഫ്സീർ പോലെയുള്ള കിതാബുകളിൽ വന്ന ധാരാളമായി കിടക്കുന്ന റിപ്പോർട്ടുകൾ സൂക്ഷിക്കണമെന്നാണ് ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നത്. ഖാലൽ മുഹഖിഖൂന മിൻ അസ്ഹാബിഹി, അത് പറഞ്ഞു നിർത്തിയില്ല. അതായത് ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ മുഹഖിഖീങ്ങളായ അസ്ഹാബുകളിൽപ്പെട്ട പണ്ഡിതന്മാർ അത് വിശദീകരിക്കുകയാണ്. മുറാദുഹു, അതിന്റെ ഉദ്ദേശം, അന്നൽ ഗാലിബ അന്നഹു ലൈസ ലഹാ അസാനീദു സിഹാഹുൻ മുത്തസിലത്തുൻ, അതായത് മിക്കവാറും പല തഫ്സീറിന്റെ കിതാബുകളിലും വന്ന പല റിപ്പോർട്ടുകൾക്കും സഹീഹായ മുത്തസിലായ കണ്ണിമുറിയാത്ത മുത്തസിലായ സഹീഹായ പരമ്പരകൾ ഉണ്ടാകണമെന്നില്ല എന്ന് കണ്ടോ. അവയെ സൂക്ഷിക്കണം എന്നാണ്. അതല്ലാതെ പരമ്പര നോക്കേണ്ടതില്ല, അതിൻ്റെ ആശയം ശരിയായിരിക്കും എന്നല്ല പറഞ്ഞത്. യജിബുൽ ഹദറു മിന ദഈഫ് മിൻഹുൽ മൗദൂ എന്നാണ്. നിർബന്ധമായി നാം കരുതണം, സൂക്ഷിക്കണം. ദഈഫും മൗദൂഉം സൂക്ഷിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള കിതാബുകളിൽ ധാരാളം സഹീഹായ പരമ്പരകളില്ലാത്ത റിപ്പോർട്ടുകളുണ്ട്. അവയെ സൂക്ഷിച്ചു കൊള്ളണം, അത് നിർബന്ധമാണ് എന്നാണ് ഇമാം സുയൂത്തി പഠിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പറയുന്നുണ്ട്, അല്ലദീ സഹഹ മിൻ ദാലിക ഖലീലുൻ ജിദ്ദൻ ബൽ അസ്ലുൽ മർഫൂഇ ഫീ ഗായത്തിൽ ഖില്ല എന്നൊക്കെ സുയൂത്തി പറയുന്നുണ്ട്. അപ്പോൾ എന്താണ്? അപ്പോൾ ധാരാളം റിപ്പോർട്ടുകൾ നാം സൂക്ഷിക്കേണ്ടതാണ്. പിന്നെ പണ്ഡിതന്മാർ എന്തുകൊണ്ട് കൊടുത്തു? ചരിത്ര പണ്ഡിതന്മാരും അതേപോലെ തന്നെ തഫ്സീറിന്റെ പണ്ഡിതന്മാരും അവർക്കൊരു ശൈലിയുണ്ട്. ഒരു വിഷയത്തിൽ വന്ന റിപ്പോർട്ടുകളൊക്കെ ഒരേ സമയത്ത് ഉദ്ധരിക്കുക എന്നൊരു ശൈലിയുണ്ട്. കാരണം ആ വിഷയം പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക്, തുല്ലാബുൽ ഇൽമിന് ഉപകാരപ്പെടും. ആ വിഷയത്തിൽ വന്ന ദഈഫ് ആകട്ടെ സഹീഹാകട്ടെ, അതൊക്കെ പിന്നെ പണ്ഡിതന്മാരാകുമ്പം സനദ് പരിശോധിക്കുമല്ലോ. അതുകൊണ്ടാണ് പിന്നെ അതും പണ്ഡിതന്മാരുടെ ശൈലിയാണ്. അതായത് സനദിന്റെ ഒരു സൂചന കൊടുക്കും. അപ്പോൾ അത് എന്താണ്, പണ്ഡിതന്മാർ വായിക്കും, അവർക്ക് ബോധ്യപ്പെടും. അതിനാണ് പണ്ഡിതന്മാർ പറഞ്ഞൊരു ഖാഇദയുണ്ട്, മൻ അസ്നദ ഫഖദ് അഅ്ദറാൻ. അതായത് ഒരു റിപ്പോർട്ട് ഉദ്ധരിക്കുമ്പോൾ അതിൻ്റെ സനദ് ഉദ്ധരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഉത്തരവാദിത്വം അതോടെ പൂർത്തിയായി എന്ന്, അതിന് ഉദ്റുണ്ട്. അപ്പോൾ ഫഖദ് ബരിഅത് ദിമ്മത്തുഹു എന്നും വേറെ കാണാൻ സാധിക്കും. അപ്പോൾ ഇസ്നാദ് ഉദ്ധരിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഇബ്നു കസീർ തഫ്സീർ ഉദ്ധരിച്ചപ്പോൾ അവിടെ ഉത്ബിയുടെ സംഭവമാണെന്ന് അത് സൂചിപ്പിച്ചു. ഉത്ബി ആരാണെന്ന് പരിശോധിക്കണം. ഉത്ബിയെ കുറിച്ച് പണ്ഡിതന്മാർ എന്തൊക്കെയാ പറഞ്ഞത്, ഇവരെന്തൊക്കെയാ പടച്ചോനെ. റളിയല്ലാഹു അൻഹു ഇമാം ഉത്ബി, ഇമാം ഷാഫിഈന്റെ ഉസ്താദ് എന്നൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തുക. അങ്ങനെ മഹാനായ ഒരു ഇമാമാണ് ഉത്ബി റളിയല്ലാഹു അൻഹു എന്നൊക്കെ പറയാൻ പറ്റിയ ഒരു വ്യക്തിയായിരുന്നു എന്ന് പൂർവ്വകാലത്തുള്ള പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയിട്ടുണ്ടോ? ഇതൊക്കെ നാം പരിശോധിക്കേണ്ടതാണ്. കാരണം ധാരാളം കിതാബുകളിൽ ഉത്ബിയെ സംബന്ധിച്ച് ഇങ്ങനെ അദ്ദേഹം മദ്യപിക്കുന്ന ആളാണ്, അദ്ദേഹം സ്ത്രീകളുമായി തെറ്റായ രൂപത്തിൽ സംസാരിക്കുകയും ഇങ്ങനെ കാവ്യവരികളൊക്കെ കൈമാറുന്ന ആളാണെന്നൊക്കെ ധാരാളം കാണാൻ സാധിക്കും. അതിന് ഒരു ഉദാഹരണം മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ പറയാണ് മുസ്ലിയാർ, പിന്നെ സനദ് നോക്കേണ്ടതില്ല, ആശയം ശരിയാണെന്ന്. എന്ത് വർത്താനത്? ഒരു അസ്റുണ്ട് ഈ വർത്താനത്തിന്.